ഹല്ലേലൂയ. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകും, ഒരു സഹായകനെ നിങ്ങൾക്ക് ഞാൻ തരും. ഈ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് വസിക്കും, നിങ്ങളെ വഴി നടത്തും, നിങ്ങളെ ബലപ്പെടുത്തും, കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലൂടെ കർത്താവിന്റെ ആത്മാവ് ചെയ്യും. ഹല്ലേലൂയ. അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ, വിശുദ്ധരുടെ കരങ്ങളിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു. ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അയർലൻഡ് എന്ന ക്രിസ്ത്യൻ രാജ്യം, ആ രാജ്യത്തെ വിശുദ്ധനാണ് വിശുദ്ധ പാട്രിക്. ഞാൻ പലതവണ അയർലൻഡിൽ പോയി ധ്യാനമൊക്കെ നടത്തിയിട്ടുണ്ട്. നല്ല രാജ്യമാണ്. ഈ അയർലൻഡിലെ വിശുദ്ധനായിരിക്കുന്ന വിശുദ്ധ പാട്രിക്, അദ്ദേഹം വലിയ ഒരു വിശുദ്ധനാണ്. 28 മരിച്ചവരെ അദ്ദേഹം ഉയർപ്പിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. 28 മരിച്ചവരെ അദ്ദേഹം ഉയർപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഏകദേശം 400-ലധികം വിശുദ്ധര് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. 400-ലധികം വിശുദ്ധര് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് സഭയുടെ ചരിത്രം പറയുന്നു. 28 മരിച്ചവരെ ഉയർപ്പിച്ച വലിയ വിശുദ്ധനായ വിശുദ്ധ പാട്രിക്, അദ്ദേഹം അയർലൻഡിലൂടെ, അവിടെ പേഗൻ മതവിശ്വാസികളായിരുന്നു, ദൈവരാജ്യം പ്രഘോഷിച്ച് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് അദ്ദേഹം ആ രാജ്യത്തെ നേടുകയാണ്. ഒരിക്കൽ ആ രാജ്യത്തെ ചക്രവർത്തിയുടെ മകൾ മരിച്ചുപോയി. മകളുടെ പേര് ഡബ്ലീന. 8 വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത്. രാജാവിനും രാജ്ഞിക്കുമൊക്കെ എല്ലാവർക്കും സങ്കടം. അപ്പോൾ ആരോ പറഞ്ഞു, ഈ രാജ്യത്ത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഉണ്ട്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ആൾ, അദ്ദേഹത്തെ വരുത്താൻ പറഞ്ഞു. രാജാവുമായിട്ട് പാട്രിക് സംസാരിച്ചു. പാട്രിക് പറഞ്ഞു, ഈ കുഞ്ഞിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഉയർപ്പിക്കാം, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കണം. സമ്മതിച്ചു. അങ്ങനെ പാട്രിക് പ്രാർത്ഥിച്ചു. 8 വയസ്സുള്ള കുഞ്ഞ് ജീവൻ പ്രാപിച്ചു. ആ കുഞ്ഞിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഡബ്ലീന എന്ന ആ കുഞ്ഞിന്റെ ഓർമ്മയ്ക്കാണ് അയർലൻഡിന്റെ തലസ്ഥാനം ഡബ്ലിൻ എന്ന് അറിയപ്പെടുന്നു. ഹല്ലേലൂയ. ഒരിക്കല് ഒരു ഗ്രാമത്തിലൂടെ അദ്ദേഹം കടന്നു പോകുക. അവിടെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ അവിടെ 2 മൺകൂനകൾ കണ്ടു. ഈ വിശുദ്ധൻ ചോദിച്ചു, എന്താണിത്? ഒരു ഭാര്യയും ഭർത്താവും എന്തോ രോഗം ബാധിച്ച് പെട്ടെന്ന് മരിച്ചതാണ്. മരിച്ചിട്ട് 12 വർഷമായി. ഇതൊക്കെ കേൾക്കാൻ രസമാണ്, പക്ഷേ വിശ്വസിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. വിശ്വസിച്ചേ പറ്റൂ. ദൈവം ചെയ്ത പ്രവൃത്തികളാണ്. വിശുദ്ധ പാട്രിക് പറയുക, ആ മൺകൂന മാന്തുക. മാന്തി ആ കുഴിയിലുള്ള അസ്ഥികൾ എടുത്ത് പുറത്തിടാൻ പറഞ്ഞു. അസ്ഥികൾ എടുത്ത് അവർ പുറത്തിട്ടു. വിശുദ്ധ പാട്രിക് പ്രാർത്ഥിക്കുകയാണ്, 12 വർഷം മുമ്പ് മരിച്ചുപോയ ഇവർ ഉയർത്തി നിൽക്കുവാൻ, അത്ഭുതം നടക്കുക. എസെക്കിയേൽ 37 പറയുന്ന പോലെ മാംസം വന്നു, ഞരമ്പുകൾ പിടിപ്പിക്കപ്പെട്ടു, തൊലി വന്നു, ദൈവത്തിൻ്റെ ജീവൻ നിറഞ്ഞു. 12 വർഷം മുമ്പ് മരിച്ച ആ ഭാര്യയും ഭർത്താവും ഉയർത്തി നിറ്റുവെന്ന് ചരിത്രം പറയുന്നു. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. യേശു തൻ്റെ ആത്മാവിനെ ത്രിയേക ദൈവത്തിലെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് അതിനു വേണ്ടിയാ. പരിശുദ്ധാത്മാവ് ത്രിത്വത്തിലെ 3ാമത്തെ വ്യക്തിയാണ്. പിതാവിനെ പോലെ തന്നെ ശക്തനാണ് പരിശുദ്ധാത്മാവ്. യേശുവിനെ പോലെ തന്നെ ശക്തനാണ് പരിശുദ്ധാത്മാവ്. പിതാവും പുത്രനും എങ്ങനെയാണോ അതുപോലെ തന്നെ തുല്യനാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് എന്തേ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല? നമ്മൾ ഈ കൺവെൻഷന്റെ സമാപനത്തിൽ ഇതൊന്ന് ചിന്തിക്കണം. വെറുതെ വചനം കേട്ടുപോയപ്പോഴാ എന്തുകൊണ്ട് യേശു ചെയ്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല? വിശുദ്ധന്മാര് വലിയ കാര്യങ്ങൾ ചെയ്തു. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും വലിയ കാര്യം ചെയ്യും.
വിശുദ്ധന്മാർ ചെയ്ത വലിയ കാര്യങ്ങൾ. ആ വിശുദ്ധിയിലേക്കും ആ അഭിഷേകത്തിലേക്കുമാണ് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിക്കുന്നത്. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിക്ക് ഒരു കുറവില്ല. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് പാട്രിക്കിന്റെ ഉള്ളില്, സെയിന്റ് ആന്റണിയുടെ ഉള്ളില് ഒക്കെ വസിച്ചത്. പത്രോസിലും പൗലോസിലും അന്ത്രയോസിലും ഒക്കെ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിലും വസിക്കുന്നത്. ഏലിയായിലും എലീഷായിലും മോശയിലും ജോഷുവായിലും സാംസണിലും സോളമനിലും ദാവീദിലും ഒക്കെ വസിച്ച ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്നിട്ട് എന്തേ അവർ ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവർ ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല? ഹല്ലേലൂയ. അതിനു സാധിക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ വില കൊടുക്കണം. നമ്മൾ വില കൊടുത്തുവെങ്കിൽ മാത്രമേ ആത്മാവിന്റെ ശക്തമായ അഭിഷേകം, കൃപാവരങ്ങൾ, ദൈവശക്തി നമ്മൾ നിറയത്തുള്ളൂ. വെറുതെയൊന്നും ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാം, കൃപാവരങ്ങൾ സ്വന്തമാക്കാമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല. ശരിക്കും ഒരു സമർപ്പണത്തിന്റെ ജീവിതം, സഹനം ഏറ്റെടുക്കുന്ന ജീവിതം, ജഡത്തെ കീഴ്പ്പെടുത്തുന്ന ജീവിതം, വിശുദ്ധിയുടെ ജീവിതം, ക്രിസ്തുവിന് വേണ്ടി മാത്രം ഹൃദയത്തെ കൊടുക്കുന്ന ഒരു വ്യക്തിയിലാണ് അതിശക്തമായിട്ട് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കരങ്ങളിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾ ജീവിതം ക്രിസ്തുവിനായിട്ട് വിട്ടുകൊടുക്കണം. നമ്മുടെ ജീവിതത്തില് ഏറ്റവും വിലയുള്ളത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകവും ആത്മാവിന്റെ ശക്തിയുമാണ്. ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ ഇവിടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക അസാധ്യമാണ്. ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ ദൈവം ചെയ്ത പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൂടാതെ സുവിശേഷം ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് വ്യാപരിക്കാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ പാത്രങ്ങളായിട്ട് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ജഡമോഹങ്ങളെയൊക്കെ അതിജീവിക്കണം, ആസക്തികളെ അതിജീവിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ചെറുപ്രയാസമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിന്റെ മോഹങ്ങളും ആസക്തികളൊക്കെ നിയന്ത്രിച്ച് ആത്മാവിൽ വിശുദ്ധി കൊണ്ട് നിറഞ്ഞ് കൃപാവരങ്ങൾ നിറഞ്ഞ് ജീവിക്കുക ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അതിശക്തമായ വെല്ലുവിളി തന്നെയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാവിൽ നയിക്കപ്പെടുന്ന ശക്തരായ ദൈവ മനുഷ്യരായിട്ട് മാറുവാൻ സാധിക്കത്തുള്ളൂ. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരമുയർത്തി പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് വിളിച്ചേ. യേശുവേ, മോശയെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, അഹ്റോനെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആഫ്രിക്കയിലെ കെനിയ എന്ന രാജ്യം, ആഫ്രിക്കയിലെ കെനിയ, ഉഗണ്ട എന്ന പല രാജ്യങ്ങളിൽ ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് പോയിട്ടുണ്ട്, വചനം പ്രസംഗിച്ചിട്ടുണ്ട്. വിൻസെൻഷ്യൻ സഭയുടെ ധ്യാന കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. ശക്തമായിട്ട് അവിടെ സുവിശേഷ പ്രഘോഷണം നടക്കുന്നു. അപ്പം അവിടെ ഒരിക്കല് ഞാൻ ചെന്നപ്പോൾ JK ബിൽ എന്ന് പറയുന്ന ഒരു വൈദികൻ, ബില്ലച്ചൻ എന്നാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ അറിയപ്പെടുന്നത്. അച്ഛൻ കേരളത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. വിൻസെൻഷ്യൻ സഭയിലെ ആദ്യകാല വൈദികൻ, കുറുപ്പംപറമ്പിൽ അച്ഛൻ എന്നാണ് അറിയപ്പെടുന്നത്, കേരളത്തിൽ അറിയപ്പെടുന്നത്. ജോസഫ് കുറുപ്പംപറമ്പിൽ അച്ഛൻ മരിച്ചുപോയി. ഞാൻ പറയുന്നത്, ഇവിടെ ആദ്യകാലങ്ങളിൽ വിൻസെൻഷ്യൻ സഭയുടെ ഇടവക ധ്യാനങ്ങളൊക്കെ നടത്താൻ അച്ഛനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛന് ആഫ്രിക്കയിലേക്ക് പോയി ആദ്യത്തെ വൈദികനാണ്. അവിടെ ചെന്നിട്ട് അച്ഛന് സുവിശേഷ വേല ആരംഭിച്ചു. അച്ഛന് കർത്താവ് കൊടുത്ത ഒരു ഗിഫ്റ്റായിരുന്നു അസാധാരണമായ രോഗശാന്തിപരം.
ആ വൈദികന്റെ ഉടുപ്പിലെ കസാക്ക് ഉടുപ്പിലെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ, ആ ലോകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി നടക്കുമായിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നിയേക്കാം, അസാധാരണമായ അത്ഭുതങ്ങളിലൂടെയാ JK ബില്ലച്ചനെ ആഫ്രിക്കയിൽ ഉടനീളം കർത്താവ് നയിച്ചു. അച്ഛൻ്റെ ഓരോ കൺവെൻഷനിലും 5 ലക്ഷം മുതൽ 7 ലക്ഷം വരെ ആഫ്രിക്കക്കാർ പങ്കെടുത്തു. അച്ഛൻ കൺവെൻഷൻ നടത്തിയ സെന്ററുകളും പല സ്ഥലങ്ങളിലും എന്നെ അച്ഛന്മാർ കൊണ്ടുപോയിരുന്നു. അച്ഛനെ അടക്കിയ ദേവാലയത്തിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചു. ഒരു കൺവെൻഷനില് 5 ലക്ഷം മുതൽ 7 ലക്ഷം പേര് വരെ പങ്കെടുത്ത കൺവെൻഷനുകളാ ജോസഫ് അച്ഛൻ്റെ കൺവെൻഷൻ. ആദ്യകാലം അവിടെ തുടങ്ങി. പിന്നെ ഈ ഹീലിങ്ങിന്റെ ആ ഒരു അസാധാരണ അഭിഷേകം തുറന്നു. ഒരു സാധാരണ വൈദികൻ, സാധാരണ പ്രസംഗം, പക്ഷെ അസാധാരണമായ ദൈവാത്മാവിന്റെ പ്രവർത്തനമായിരുന്നു. ജനങ്ങൾ അച്ഛനെ സഹായിച്ചു. ധാരാളം ആശ്രമങ്ങൾ, ധാരാളം സ്ഥലങ്ങൾ എല്ലാം അച്ഛന് ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു. പണവും കൊടുത്തു, സ്ഥലങ്ങളും കൊടുത്തു, ധാരാളം സമ്പത്തും എല്ലാം സഭയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി കൊടുത്തു അച്ഛനിലൂടെ. ഹല്ലേലൂയ. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ മരിച്ച സമയത്ത് അച്ഛനെ കുറിച്ച് സൺഡേ ശാലോം പത്രത്തിന്റെ ഒരു 4 ഷീറ്റ് കംപ്ലീറ്റ് അച്ഛനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഉണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അച്ഛനെ കുറിച്ച് അന്നൊരു പത്രത്തിൽ ശാലോമിലുണ്ടായിരുന്നു. ഞാൻ ഇന്നും വായിച്ചു തുറക്കുന്നു. കെനിയയില് അച്ഛൻ മരിക്കുമ്പോൾ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് കെനിയയുടെ പ്രസിഡന്റ് വന്നിരുന്നു, പ്രധാനമന്ത്രി വന്നിരുന്നു അച്ഛന്റെ ശവസംസ്കാരത്തിന്. ഹല്ലേലൂയ. ചെറിയ കാര്യമൊന്നുമില്ല. ഒരു മലയാളി ആഫ്രിക്കയെ ഇളക്കി മറിച്ചു. ഇപ്പോൾ അച്ഛന്റെ നാമകരണ നടപടി ആരംഭിച്ചിരിക്കുകയാണ് ആഫ്രിക്കയിൽ. അങ്ങനെ വിശുദ്ധനായ ഒരു വൈദികൻ ആഫ്രിക്ക ഉണ്ടായിരുന്നു, ഒരു മലയാളി, ജോസഫ് കുറുപ്പ് പറമ്പിൽ, JK ബില്ലച്ചൻ എന്ന് അറിയപ്പെടുന്നു. ഞാൻ അന്ന് ആഫ്രിക്കയിൽ പോകുമ്പോൾ വിൻസെൻഷ്യൻ അച്ഛന്മാർ, ഒരു ജോസഫ് അച്ഛനാണ് എന്നെ കൊണ്ടുപോയത്. അച്ഛനോട് എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ കോളറ്, കറുത്ത ഉടുപ്പും കോളറൊക്കെ വെച്ചിട്ടുണ്ട്. വിൻസെൻഷ്യൻ അച്ഛനാണെന്ന് പറയുമ്പോൾ തന്നെ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എണീറ്റ് നിൽക്കും. എന്തൊരു ബഹുമാനം എന്നറിയോ? കാരണം അതിൻ്റെ കാരണമുണ്ട്, ബില്ലച്ചനെ അവർക്കറിയാമായിരുന്നു. അസാധാരണമായ രോഗശാന്തി വരമുണ്ടായിരുന്ന വലിയ ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു JK ബില്ലച്ചൻ. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ വെക്കുകയാ. ഇത് എനിക്കൂടുള്ള ചോദ്യമാണ്. ഇന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ 5 ലക്ഷം പേരെ കൂട്ടാൻ കെൽപ്പുള്ള ഒറ്റ വചന പ്രഘോഷകനുണ്ടോ? 5 ലക്ഷം പേരെ കൂട്ടാൻ കെൽപ്പുള്ള അഭിഷേകമുള്ള ഏതെങ്കിലും വചന പ്രഘോഷകനുണ്ടോ? 5 ലക്ഷം പേരെ കൂട്ടാൻ. മറുപടി നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി. ആരുമില്ല, ആരുമില്ല. 5 ലക്ഷം പേരെ കൂട്ടാൻ. ഇതാണ് അഭിഷേകത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അസാധാരണമായ കൃപാവരങ്ങളും ദൈവശക്തിയും നിറഞ്ഞ ഒരു വൈദികൻ. ഹല്ലേലൂയ. 5 ലക്ഷം മുതൽ 7 ലക്ഷം പേര് വരെയാ അച്ഛൻ്റെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ലോകത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ പോലും ഒരു വൈദികനെ നമുക്ക് കണ്ടുകിട്ടുകയില്ല. 5 ലക്ഷം പേരെ കൂട്ടാൻ പറ്റിയ കെൽപ്പുള്ള ഒരു വൈദികനെയോ ഒരു അൽമായനെയോ ഒന്നും കാണാനില്ല. ഈ അഭിഷേകം ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിന്റെ പിന്നിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ഒരു വിളിയുണ്ട്. ആ വിളിക്ക് ആര് 100% പെർഫെക്റ്റ് ആയിട്ട് ഉത്തരം കൊടുക്കുന്നുവോ ആ വ്യക്തിയെ അതിശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നയിക്കും. ഹല്ലേലൂയ. വിശുദ്ധ പാട്രിക്കും സെയിന്റ് ആന്റണിയും ഈ പുണ്യവാന്മാരൊക്കെ സാധാരണ മനുഷ്യരായിരുന്നു. ചെറുപ്പത്തിലൊക്കെ സാധാരണ മനുഷ്യരാ. ആത്മാവിൽ സമർപ്പണം, ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അന്ധന്റെ കണ്ണു തുറക്കുന്നു, ചെകണിന്റെ കാതു തുറക്കുന്നു. വലിയ വലിയ പ്രവൃത്തികൾ അവരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുക. ഹല്ലേലൂയ. ഇത്രമാത്രം ആത്മാവിന്റെ അഭിഷേകമുള്ള വിശുദ്ധന്മാരും വചനപ്രഘോഷകരൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത് ചെറിയ കാര്യമൊന്നുമില്ല. ആഫ്രിക്കയുടെ മണ്ണിനെ ഇളക്കി മറിച്ച ഒരു മലയാളി വൈദികൻ. ഇപ്പോഴത്തെ നാമകരണ നടപടി ആരംഭിച്ചു കഴിഞ്ഞു അച്ഛൻ്റെ.
അതൊക്കെ ഒത്തിരി സന്തോഷമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഹല്ലേലൂയ. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. JK ബില്ലച്ചൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏതാനും അച്ഛൻ്റെ പ്രസംഗം കിടപ്പെടും തോന്നുന്നു, കൂടുതലായിട്ടൊന്നും ഇല്ല. ഹല്ലേലൂയ. അച്ഛൻ്റെ പ്രസംഗമൊന്നും വലിയ തീപ്പരി പ്രസംഗമൊന്നുമല്ല. ഒരു സാധാരണ വൈദികത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, അത്രയേ ഉള്ളൂ. പക്ഷേ അച്ഛൻ തൊട്ടാൽ സൗഖ്യം, അച്ഛൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യം, ജനം അങ്ങോട്ട് അനുഗ്രഹിക്കപ്പെടുക. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? അസാധാരണമായ ദൈവാത്മാവിന്റെ അഭിഷേകവും ശക്തിയും കൃപകളുമുള്ള സുവിശേഷ പ്രഘോഷകര് ലോകം മുഴുവൻ ഉണർന്ന് എഴുന്നേൽക്കണം. അസാധാരണമായ കൃപയുള്ളവര് ഉണർന്ന് എഴുന്നേറ്റെങ്കിൽ മാത്രമേ ലോകമെമ്പാടും സുവിശേഷവൽക്കരണം നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.